നിരവധി വേദികളിൽ തൻ്റെ ആലാപന പ്രാഗൽഭ്യം കൊണ്ട് ആസ്വാദകർക്ക് പ്രിയങ്കരിയായി മാറിയ മിനി അനിൽ വാക്കിൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്രതീക്ഷിതമായിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. തൊടുപുഴയിൽ എവിടെയാണ് വീട്? തൊടുപുഴ കാഞ്ഞിരമറ്റം എന്ന് പറയും. കാഞ്ഞിരമറ്റം പറയുക മാത്രമല്ല, എഴുതുന്നതും കാഞ്ഞിരമറ്റം ഒന്ന് തന്നെ. വീട്ടിലാരൊക്കെ ഉണ്ട് മിനി? ഹസ്ബൻഡ്, 3 മക്കൾ, 3 കുട്ടികൾ. എന്തൊക്കെ ചെയ്യുന്നു അവർ? അവരൊക്കെ ഒരാൾ ജോലിയിലാണ്, 2 പേര് ഇപ്പോൾ ഒരാൾ ലോജിസ്റ്റിക്സിൽ കയറി, 3ാമത്തെ ആൾ ഡിഗ്രി ചെയ്യണം. പേരെന്താ? അനുപം, അനൂപ, അനുരൂപ. 2 പെൺകുട്ടികൾ. 2 പെണ്ണും ഒരാണ്. ഹസ്ബൻഡ് അനിൽ. അനിൽ. അപ്പോൾ വീട്ടിൽ അനിലും അനുപമും അനൂപയും അനുരൂപയുമാണ്. ഒരു മാറ്റം മിനിയാണ്. ഇപ്പം എത്ര വേദികളിൽ പാടി ഇതുവരെ? വേദികളെന്ന് ചെറുപ്പം മുതലേ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ശരി, നമുക്കൊരു പാട്ട് കേട്ടങ്ങ് തുടങ്ങാം. മിനി പാടി ഒരു പാട്ട് തന്നെ പാടും. ഒരുപാട് ചലച്ചിത്രങ്ങളിൽ ഏതൊക്കെ പാടി? ഫിലിമിലേക്കൊന്നും പാടാൻ നോക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ആൽബം സോങ്സ് ഒരുപാട് പാടുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ദർശൻ രാമൻ സാറിൻ്റെ ഒരു പാട്ട്, ഒരു ലവ് സോങ് ദർശൻ രാമൻ ബിച്ചു തിരുമലയുടെ അനുജനാണ്. ഉണ്ടായിരുന്നു. പിന്നെ വേറെയും വർക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ 20th ഒരെണ്ണം റിലീസുണ്ട്. പിന്നെ വേറൊരു മാർച്ച് 19th ഒരെണ്ണമുണ്ട്. അതൊക്കെ ക്രിസ്ത്യൻ. അപ്പോൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു മിനി പാടിയ ഒരു പാട്ട് തന്നെ. വിധു ഞാനും കൂടെ പാടിയ ഡ്യുവറ്റ്. വിധു പ്രതാപ്. സലാലിലുള്ള ഡോക്ടർ മനോജ് തോമസിൻ്റെ വരികൾ, മ്യൂസിക് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഇവിടെ നമ്മുടെ സുധേന്ദു. എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് തൊണ്ട പോരാ, അല്ലെങ്കിൽ ആ ഡ്യുവറ്റിലെ വിധു പാടിയ ഭാഗം ഞാൻ പാടാമായിരുന്നു. ശരി. അഴകിൻ്റെ ആഴിയോ അനുരാഗയമുനയോ, മിഴികളാൽ മിഴികളെ തടവിലാക്കി എൻ്റെ ഹൃദയവും പ്രണയവും നിനക്കു വേണ്ടി. ഉയിരിൻ്റെ പാതിയോ ഉണരുമെൻ മോഹമോ, ജോഡികളിൽ കരുതിയോ ഒരു വസന്തം എൻ്റെ ഹൃദയവും പ്രണയവും നിനക്കു വേണ്ടി. ഗംഭീരം. പ്രണയവിവാഹമായിരുന്നോ? അല്ലല്ല, അല്ല. വലിയ സാന്ദ്രതയുണ്ട്. മിഴികളാൽ തടവിലാക്കി എന്നൊക്കെ വരികൾ എഴുതിയ ആളുടെ ഒരു ഇതാണ്. അശ്വമേധം കാണാറുണ്ടായിരുന്നു? നേരത്തെയൊക്കെ കാണുമായിരുന്നു. പാട്ട് മൊബൈലിൽ നോക്കിയല്ലോ, ഇനി നമുക്ക് ആ മൊബൈൽ തിരിച്ചു കൊടുക്കാം. ഗെയിമിന് മൊബൈൽ പാടില്ല. കാരണം ഈ ഗാഡ്ജറ്റുകളും മനുഷ്യൻ്റെ ബുദ്ധിയും, സ്വാഭാവിക ബുദ്ധിയും നിർമ്മിത ബുദ്ധിയും തമ്മിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവിക ബുദ്ധിക്കാണ് കൂടുതൽ വിവേചനശേഷി എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ. ആരംഭിക്കാം. റെഡി, സ്റ്റഡി, ഗോ. മിനി അനിൽ, അവതാരക, ഗായിക, 3 കുട്ടികളുടെ അമ്മ, തൊടുപുഴയിൽ നിന്നെത്തുന്നു. ഇപ്പോഴശ്വമേധത്തിൽ ഈ സെഗ്മെന്റിൽ ഗ്രാൻഡ് മാസ്റ്റർ മിനിയാണ്. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. മിനി കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള 1ാമത്തെ സൂചന. ഗുണ്ടൂർ പല്ലപ്പാട്ടിലയിൽ 1938 ഏപ്രിൽ 23 ജനനം. എനി ഗസ്? ശരി, അടുത്ത സൂചന. സിസ്റ്റ്ല ശ്രീരാമമൂർത്തി അച്ഛൻ, സത്യവതി അമ്മ. 3ാമത്തെ സൂചന, കുറച്ച് ചെറുപ്പകാലത്തെ ആ വ്യക്തിയുടെ ഒരു ചിത്രം കണ്ടാലോ? എന്തെങ്കിലും ഗസ്? ഈ ഫോട്ടോ കണ്ടിട്ടില്ല. ജാനകി ചെറുപ്പക്കാരല്ലേ? ഇതോ? എസ് ജാനകിയുടെ ആ ഫോട്ടോ ഒന്ന് കാണിച്ചാൽ ഇവിടെ എസ് ജാനകിയുടെ ഛായ നോക്കട്ടെ. ഇത് എസ് ജാനകിയാണോ? നല്ല പരിചയമുണ്ട്. 4ാമത്തെ സൂചന എന്തായിരുന്നു? 11 തവണ കേരള സംസ്ഥാനം, 4 തവണ ഇന്ത്യ. അങ്ങനെയൊക്കെ 4 സൂചനകൾ തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ 5ാമത്തെ സൂചന ഇങ്ങനെ തരുമായിരുന്നു. ശരിയാണ്, എസ് ജാനകി തന്നെയാണത്. 3ാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്.
സോ 50,000 രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിൽ ഏർപ്പെടാനുള്ള അവസരം. ഗിവ് ഹർ എ ബിഗ് ഹാൻഡ് അനീഷ. അപ്പോൾ നമുക്ക് ഇനി മത്സരത്തിലേക്ക് കടക്കാം. മിനി അനിൽ മനസ്സിൽ വിചാരിച്ച പേര് അംഗീകരിക്കുന്നു. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. മിനി അനിൽ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ, യെസ്. മലയാളി അല്ല. 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 സൗത്ത് ഇന്ത്യൻ, യെസ്. പുരുഷൻ, അതെ. ജീവിച്ചിരിപ്പുണ്ട്, ഇല്ല. തമിഴ്നാട്, അല്ല. കർണാടക, അതെ. ആണ്. 1950 ശേഷം വരണം. അതിനൊക്കെ ശേഷം. അതിനൊക്കെ ശേഷമാണ്. അല്ല, അതിന് മുന്നെയാണ്, വളരെ മുന്നേ ആണ്. മുന്നെയാണ്. 1900 ശേഷമാണോ? അല്ല. 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 അതിനു മുമ്പാണോ? പിന്നെന്തിനാ 1950 ഡൗട്ട് വന്നത്? രാഷ്ട്രീയം, കലാസാഹിത്യം? കലയുണ്ട്. കലയുണ്ട്. അങ്ങനെ പറയരുത് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് എളുപ്പമായില്ലേ? ചോദ്യം കുറഞ്ഞില്ലേ? യെസ് ഓർ നോ മാത്രം പറയൂ. 10 ചോദ്യങ്ങൾ യജ്ഞം. സംഗീതം 18-ാം നൂറ്റാണ്ടിലാണോ ജീവിച്ചിരുന്നത്? അല്ല. അല്ല. അതിന് മുമ്പ്. അതിനു മുമ്പോ? അല്ലേ? അതെ, ശരി. എന്നിട്ടാണോ 1950 എന്ന് ചോദിച്ചപ്പോ യെസ് എന്ന് പറഞ്ഞത്? 1950 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 70 വർഷമല്ലേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് ശേഷമല്ല, അതിന് മുമ്പ്. മുമ്പ്. പിന്നെ ശേഷം എസ് എന്ന് പറഞ്ഞു. ശേഷം എന്നുള്ള വാക്കിലുണ്ടായ പ്രശ്നമാണ്. അതെ, അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു പോയതാണ്. ശേഷം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ്. അതാണ് ഞാനിങ്ങനെ. ത്യാഗരാജ ഭാഗവതർക്കും ശ്യാമശാസ്ത്രിക്കും ഒക്കെ മുൻപാണ്. മുത്തുസ്വാമി ദീക്ഷിതർക്ക് മുമ്പ്. 17th സെഞ്ചുറി, 17-ാം നൂറ്റാണ്ട്. അതിന് മുൻപ്. അല്ല, 17 അവരുടെ പേരൻസ്. 16. എന്താണ് സർ? അവരുടെ ആളുടെ പേരൻസ് ആണ്. 16th. അല്ല, 17-ാം നൂറ്റാണ്ട് തന്നെ. 17-ാം നൂറ്റാണ്ടിലെ കർണാടകത്തിൽ സംഗീതം സ്വാഭാവികം. കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. അല്ല. അല്ല. പക്ഷേ 17-ാം നൂറ്റാണ്ടാണിത്. അതെ. കർണാടക സംഗീതത്തിൽ ആദ്യമായി ഏതെങ്കിലും മൗലികമായി ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരാളാണ്. ആണ്. ഡിഗ്രിക്ക് മ്യൂസിക്കാണ് പഠിച്ചത്? ആണോ? അപ്പോൾ പഠിച്ച ഓർമ്മയെന്നാണോ? അല്ല, പഠിച്ച കുഴപ്പമൊന്നുമല്ല, വേറൊരു രീതിയിൽ നിന്ന് വന്നത്. പക്ഷേ ഇതിൻ്റെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞില്ല. ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് കർണാടക സംഗീതവും മ്യൂസിക്കും ആയതുകൊണ്ട് വീട്ടിൽ പോയാൽ എനിക്ക് തല്ല് കിട്ടും. കാരണം ഇത് പഠിച്ച ആളാണല്ലോ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഉറപ്പിച്ച് കളയാം. ഇസ് ഹി ദ ഫാദർ ഓഫ് മേളകർത്ത രാഗാസ്? ആണ്. ശരി. അപ്പോൾ താങ്കൾ വിചാരിച്ച ആളാണ് മേളകർത്ത രാഗങ്ങൾക്ക് ആദ്യമായി ഒരു ആധികാരിക ഗ്രന്ഥം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചത്, അല്ലേ? പ്രകരണ ശാസ്ത്ര വിദഗ്ധനായിരുന്നു അദ്ദേഹം. ആണോ? കർണാടക സംഗീതത്തിൻ്റെ ചരിത്രം സമർപ്പണത്തിൻ്റെ കൂടി ചരിത്രമാണ്. അത്ര കണ്ട് ധനികരൊന്നും ആയിരുന്നില്ല ആ കാലഘട്ടത്തിലെ കലാകാരന്മാർ. പിന്നീട് കുഞ്ചൻ നമ്പ്യാരി കെട്ടിയിലെയോ കിഞ്ചന വർത്തമാനം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ദരിദ്രരായ കവികളെക്കുറിച്ചും എഴുതിയിരുന്നു. പണ്ടൊരു കവി, ദരിദ്രനായൊരു കവി ഉണ്ടായിരുന്നു, കുഗ്രാമത്തിൽ വാണിരുന്ന പണ്ഡിതനായ കവിയെക്കുറിച്ചൊക്കെ. അത് മലയാളത്തിൽ. ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ്. കലയുടെയും സാഹിത്യത്തിൻ്റെയും മഹാധാരകളൊക്കെ ഉണ്ടായത് സമൃദ്ധിയുടെയൊന്നും നിലവിലായിരുന്നില്ല. പക്ഷേ താങ്കൾ വിചാരിച്ച വ്യക്തി ദരിദ്രനായിരുന്നില്ല. താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കൗടുംബികമായി തന്നെ രാജസദസ്സിൽ സ്ഥാനമുണ്ടായിരുന്ന ഒരാളാണോ മനസ്സിൽ? ആണ്. ട്രിനിറ്റി, കർണാടക സംഗീതത്തിലെ ത്രയം എന്ന് പറയുന്നത് ത്യാഗരാജ ഭാഗവതരും ശ്യാമശാസ്ത്രിയും മുത്തുസ്വാമി ദീക്ഷിതരുമാണ്. ട്രിനിറ്റിക്ക് മുൻപെന്നും ട്രിനിറ്റിക്ക് പിൻപെന്നും കർണാടക സംഗീതം കൃത്യമായി തരംതിരിക്കപ്പെട്ടു. ട്രിനിറ്റിക്ക് പിൻപുണ്ടായ ആളുകളൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ രീതികളിൽ ശ്രദ്ധേയരായി. അതിൽ ചില ആളുകളൊക്കെ തിരുവിതാംകൂറിലേക്കൊക്കെ വന്നു. ഷഡ്കാലഗോവിന്ദമാരാരെ പോലുള്ള ആളുകളൊക്കെ 6 കാലങ്ങളിൽ പാടി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. സ്വാതിനാളിൻ്റെ ഹൃദയത്തിൽ ഇടം കൊണ്ട ആളുകൾ. ട്രിനിറ്റിക്ക് പിൻപുണ്ടായിരുന്നവരിൽ കർണാടക സംഗീതത്തിൻ്റെ പിതാവായ പുരന്ദരദാസനെ പോലെ, കനകദാസനെ പോലെ, തീർത്ഥരെ പോലെ,
ഒക്കെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വലിയ കോൺട്രിബ്യൂഷൻ ഈ 12 ഇതിനെ 16 മാറ്റി. പിന്നീട് എത്ര ഇപ്പോൾ 72 നിങ്ങളുടെ കണക്കെന്താണ്? ആകെ 72 മേളകർത്താരാകല്ലേ ഉള്ളത് അല്ലേ? 72. എനിക്ക് പാട്ട് പാടാനറിയില്ല, ചരിത്രമൊക്കെ അറിയാം ചെറുതായിട്ട്. മേളകർത്താരാഗങ്ങളെ സൃഷ്ടിച്ചത് സാക്ഷാൽ വെങ്കിട്ടമക്കിയാണ്. ആണോ? മനസ്സിൽ വെങ്കിട്ടമക്കിയാണോ? അതെന്ത് നിങ്ങൾ മ്യൂസിഷ്യനായിട്ട് മ്യൂസിക് പഠിച്ചു വന്നിട്ട് ഇവിടെ വന്ന് പഠിച്ചത് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനിനി പറഞ്ഞില്ലെങ്കിലോ എന്ന ഭയം കൊണ്ട് ഇങ്ങോട്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരുന്നു? ജയിക്കാനല്ലേ വന്നത്? വേണ്ട അല്ലേ, ഒരു പാട്ട് പാടിയാൽ മതി. വെങ്കട്ടമഖി കർണാടക സംഗീതജ്ഞൻ, കവി, മേളകർത്താരാഗങ്ങളെ വർഗീകരിക്കുന്ന രീതി വിശദീകരിക്കുന്ന ചതുർദണ്ഡി പ്രകാശികയ്ക്ക് പേരുകേട്ടു. നിരവധി ഗീതങ്ങളും പ്രബന്ധങ്ങളും രചിച്ച വെങ്കിട്ടമഖി തിരുവാരൂരിലെ ത്യാഗരാജ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് 24 അഷ്ടപദികളും രചിച്ചിട്ടുണ്ട്. തർക്കശാസ്ത്രവും വ്യാകരണശാസ്ത്രവും മീമാംസയും അഭ്യസിച്ച സംഗീതജ്ഞനാണ്. സപ്തസ്വരങ്ങളെ 16 വിഭജിച്ച് അവയെ 12 സ്വരസ്ഥാനങ്ങളിലായി സന്നിവേശിപ്പിച്ച് അവയുടെ പരസ്പര മേളനം നിമിത്തം 72 മേളകർത്താരാഗങ്ങളെ ചിട്ടപ്പെടുത്തി ആധുനിക മേളകർത്ത ജന്യരാഗ പദ്ധതി ആസൂത്രണം ചെയ്തത് വെങ്കട്ടമഖിയാണ്. ശരി, വാ അനീഷ. ബേഹത്തിൽ ജനിച്ച, ഗോളിയോറിനടുത്ത് ബേഹത്ത് എന്ന ഗ്രാമത്തിൽ ജനിച്ച മനുഷ്യൻ പാട്ടുപാടി മഴ പെയ്യിക്കുകയും പാട്ടുപാടി വിളക്ക് കൊളുത്തുകയും ചെയ്തു. മഴ പെയ്യിക്കാൻ അദ്ദേഹം മേഘമൽഹാർ പാടി, വിളക്ക് കൊളുത്താൻ ദീപക്കും പാടി. ഇത് താൻസനാണ്, മിയാ താൻസനാണ്. താൻസനിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതം എന്നതുപോലെ എത്രയോ മഹാപ്രതിഭകളിലൂടെ പടർന്നു പന്തലിച്ച കർണാടക സംഗീതം പിന്നീട് ചെമ്പയുടെയും ശമാങ്കുടിയുടെയും ഒക്കെ മാന്ത്രിക നാദത്തിൽ നമ്മൾ അത്ഭുതം കൊണ്ട സംഗീതത്തിന് വലിയ ശക്തി തന്നെയുണ്ട്. സംഗീതം നക്ഷത്രങ്ങളെ കൂടുതൽ പ്രകാശമുള്ളതാക്കുന്നു, ചന്ദ്രനെ കൂടുതൽ സൗമ്യവും ആർദ്രവുമാക്കുന്നു. എന്നാൽ ചില നേരങ്ങളിൽ സംഗീതം തന്നെയാണ് സൂര്യനെ കൂടുതൽ തീക്ഷ്ണവുമാക്കുന്നത്. അശ്വമേധത്തിൻ്റെ സ്നേഹോപഹാരം ഒരു പാട്ട്, ഒരു നല്ലൊരു ചലച്ചിത്ര ഗാനം പാടും. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു. ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ. മിനിയനിൽ പാടി ഏതോ ജന്മവിധികളിൽ ഏതോ കൽപ്പനകളിൽ എന്ന്. കൽപ്പനകളേക്കാൾ കൂടുതൽ സുന്ദരമായ മറ്റെന്താണുള്ളത്? കൽപ്പിക്കാൻ കിനാവുകളുണ്ടപ്പോഴാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാകുന്നതും. അത് മറ്റുള്ളവരെക്കുറിച്ച് കൂടിയാകുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിലും എത്തുന്നു. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in